നമസ്കാരം, സിരി ന്യൂസിലേക്ക് സ്വാഗതം. സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ സഹകാരികൾ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കേരള സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കുക, നിക്ഷേപങ്ങൾക്ക് നൽകി വരുന്ന പലിശ നിരക്ക് ഏകീകരിച്ച നടപടി പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരം ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. പ്രാദേശിക തലത്തിലുള്ള വികസനത്തിനു വേണ്ടി ബാങ്കിംഗ് ഇടപാടുകൾ അവരുടെ നാട്ടിൽ തന്നെ നടത്തുന്നതിനും കൂടി വേണ്ടിയാണെന്നും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. സഹകരണ മേഖലയിലെ ജനാധിപത്യം രാഷ്ട്രീയ പകപോക്കൽ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അട്ടിമറിക്കപ്പെടുന്നത് സഹകരണ മേഖലയ്ക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുന്നത്. ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്ന് പറയുകയും അതിനു വിരുദ്ധമായി സംസ്ഥാന സർക്കാർ ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട രണ്ട് സർക്കാരുകളും ഒരുവിധത്തിലും മുന്നോട്ടു പോകാതെ ഈ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണെന്നും മാർട്ടിൻ ജോർജ് കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനം ഈ രാജ്യത്ത് കൊണ്ടുവന്നത് സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. അവരുടെ പ്രായോഗികമായി അവരുടെ സാധാരണക്കാരുടെ ആ ഗ്രാമീണരുടെ പ്രാദേശിക തലത്തിൽ അത്തരത്തിലുള്ള വികസനത്തിന് വേണ്ടി അവരവരുടെ വിഷയങ്ങൾ, ബാങ്ക് ഇടപാടുകൾ സാധാരണക്കാർക്ക് അവരുടെ നാട്ടിൽ നടത്തുന്നതിനു വേണ്ടി സഹകരണ പ്രസ്ഥാനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഉണ്ടാക്കിയുള്ള ആ ഒരു സഹകരണ പ്രസ്ഥാനത്തെ ഇന്ന് കൊല്ലുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹകരണ പ്രസ്ഥാനങ്ങളെ സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചടങ്ങിൽ രഞ്ജിത്ത് നാറാത്ത് അധ്യക്ഷത വഹിച്ചു. KM ശിവദാസൻ, മുണ്ടേരി ഗംഗാധരൻ, M രാജു, ജെയ്സൺ തോമസ്, ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, VT തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.